family. Hello everyone. So നമ്മുടെ എക്സാംസ് ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ട് നമ്മൾ എക്സാംസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാമിന് ഇംഗ്ലീഷ് എക്സാമിന് നോക്കുമ്പോൾ നമ്മൾ ഗ്രാമർ പോർഷനിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം കോൺകോർഡ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒറ്റ വീഡിയോ കൊണ്ട് സെറ്റാക്കി തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് കോൺകോർഡ്, എന്താണ് കോൺകോർഡ്, എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മിസ് പഠിപ്പിച്ചു തരും. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം, മുഴുവനായിട്ട് കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ കോൺകോർഡ് എന്ന് വെച്ചാൽ മിസ് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടോ എന്നുള്ളൊരു കാര്യം? യെസ്, ഇത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ടല്ലോ. ഈ എഡിറ്റിംഗ് ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് നമ്മുടെ മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ് കോൺകോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നും ഇതിനെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ വേഗം തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കോൺകോർഡ് അല്ലെങ്കിൽ എഗ്രിമെന്റ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ വെർബ് എപ്പോഴും സബ്ജക്റ്റിനെ മാച്ച് ചെയ്യണം. സബ്ജക്റ്റ് എങ്ങനെയാണോ ഉള്ളത്, സിംഗുലർ ആണോ എങ്കിൽ സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്യണം, പ്ലൂറൽ ആണോ അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ വെർബ് തന്നെ യൂസ് ചെയ്യണം. ഇവർ തമ്മിലുള്ള ഈ രണ്ട് പേര് തമ്മിലുള്ള സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഈ ഒരു മാച്ചിങ് ഗെയിമിനെയാണ് നമ്മൾ എന്ത് പറയാ, കോൺകോർഡ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺകോർഡ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഇത് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കിയാലോ. എഡിറ്റിങ്ങിന് ഷുവർ ആയിട്ട് ഈ കോൺകോർഡ് എന്ന് പറയുന്ന ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മാർക്കൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് നമ്മൾ യൂസ് ചെയ്യണം. നോക്കിക്കേ, ഇതിൽ ഷീ പ്ലേസ് ഫുട്ബോൾ, ഈ ഒരു സെൻറ്റൻസ് നോക്കിക്കേ. ഇതിൽ ഷീ എന്ന് പറയുന്ന ആരാണ്? ഇതാണ് ഇതിലെ സബ്ജക്റ്റ്. ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണ് മക്കളെ? ഷീ ആണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. ഇതിൽ വെർബ് ഏതാണ്? പ്ലേസ് എന്നുള്ളതാണ് അല്ലേ? ചെയ്യുന്ന കാര്യം ആക്ഷൻ വേർഡ് ആണ്, ചെയ്യുന്ന പ്രവൃത്തി ആക്ടിവിറ്റിയാണ് നമ്മൾ വെർബ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പ്ലേ ആണ്, കളിക്കുവാണ്. അപ്പോൾ ഇവിടെ ഷീ പ്ലേസ് എന്ന് വന്നു മക്കളെ. ഇതിൽ പ്ലേസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? കാരണം സിംഗുലർ ആണ് ഷീ അല്ലേ, ഒറ്റ ആളേ ഉള്ളൂ. ഷീ എന്ന് പറയുമ്പോൾ അവൾ, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരാളുള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ വെർബിനെ എസ് ചേർത്തിട്ടാണ് എഴുതുന്നത് കേട്ടോ. വെർബിനെ എസ് ചേർത്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? പ്ലേസ് എന്നൊന്ന് വന്നു. അടുത്ത എന്താണ്? ദ ഡോഗ് ബാർക്സ് അറ്റ് സ്ട്രേഞ്ചേഴ്സ്. ദ ഡോഗ് എന്ന് പറയുമ്പോൾ ഒറ്റ ആളല്ലേ ഉള്ളൂ, ഒരു നായ അല്ലേ, ഒരു നായ. അപ്പോൾ അത് ബാർക്സ് അറ്റ് സ്ട്രേഞ്ചേഴ്സ്. വീണ്ടും എന്താണ്? ബാർക്സ് എന്ന് വന്നു. അപ്പം നിങ്ങളിവിടെ കോമൺ ആയിട്ടൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? നോക്കി, എസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം, നമ്മൾ ഡു, ഡസ്, ഡിഡ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഡു, ഡസ്, ഡിഡ്. ഇതിൽ ഡസ് ആണ് സിംഗുലർ വെർബിന് വരേണ്ടത്, സിംഗുലർ സബ്ജക്റ്റിന് വരേണ്ടത് കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് വരണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ പ്ലേയിൻ്റെ കൂടെ ഡസ്സും കൂടെ വന്നു. പ്ലേ, ഡസ് പ്ലസ് പ്ലേ. അപ്പോൾ പ്ലേസ് ആയി. ആ ഡസ്സിൻ്റെ എസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടു എന്ന് ആലോചിച്ചാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, കോൺകോർഡ് വരുമ്പോൾ സിംഗുലർ ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ് മക്കളെ? നമ്മുടെ വെർബും സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ എസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡസ് പ്ലസ് പ്ലേ വന്നു അല്ലേ. യെസ്, അപ്പോൾ പ്ലേസ് എന്നായിട്ട് കിട്ടി. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ നമ്മൾ പഠിച്ചത്? സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ്, അതാണ് എസ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, എസ് ചേർത്തിട്ട് എഴുതുന്നത്. അടുത്ത് നോക്കാം. അതിന് മുമ്പായിട്ട് സിംഗുലർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയണം അല്ലേ. യെസ്, ഹീ, ഷീ, ഇറ്റ്, പിന്നെ ഇതുപോലെ ഡോഗ്, അതുപോലെ ബുക്ക്, ഇതൊക്കെ എന്താണ്? ആ സിംഗുലർ സബ്ജക്ട്സ് ആണ് കേട്ടോ. സിംഗുലർ ഒറ്റെണ്ണേ ഉള്ളൂ. ഇനി അടുത്തതാണ് പ്ലൂറൽ വെർബ്. പ്ലൂറൽ വെർബ് എവിടെ വയ്ക്കുക? പ്ലൂറൽ സബ്ജക്റ്റിന് ഫ്രണ്ടിലായിട്ട് അതിൻ്റെ കൂടെ ആയിട്ടാണ് നമ്മൾ പ്ലൂറൽ വെർബ് വയ്ക്കുക അല്ലേ. ഇപ്പോൾ പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ തന്നെ ചേർക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാക്കാം. ആ പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഐ, യു, ദേ, വി, ഇവരൊക്കെ, അയ്യോ ദേവി, ഇവരൊക്കെ എന്താണ് മക്കളെ? ഇവരൊക്കെ പ്ലൂറൽ ആണ് കേട്ടോ. അപ്പോൾ ആ കാര്യം തെറ്റിച്ച് വെക്കേണ്ട. അയ്യോ ദേവി എന്താണ്? പ്ലൂറൽ ആണ്. ഇവരൊക്കെ പ്ലൂറൽ ആണ്. ഇവരുടെ ഒക്കെ കൂടെ വരുന്ന ആളാണ് ഡു. ഓക്കെ, ഡു നമ്മൾ നേരത്തെ പഠിച്ച ഡസ് ആയിരുന്നു. ഇവരുടെ കൂടെ എന്താണ് വരിക? ഡു ആണ് വരിക. അപ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് വരിക കേട്ടോ. ഓക്കെ, നോക്കിക്കേ ഇവിടെ നോക്കിക്കേ. ദേ പ്ലേ ഫുട്ബോൾ നേരത്തെ കണ്ടു. ഷീ പ്ലേസ് ഫുട്ബോൾ എന്ന് കണ്ടു അല്ലേ. ഇവിടെ എന്താണ്? ദേ
പ്ലേ ഫുട്ബോൾ. ദേ എന്ന് പറയുമ്പോൾ ഒരാളാണോ ഉള്ളത്? അല്ല, കുറേ പേരുണ്ട് അല്ലേ. അപ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് മാറി. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ദേ ആണ്. അപ്പോൾ ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിന് ചേരുന്ന പ്ലൂറൽ വെർബ് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ് അതിന് ചേരുന്ന വെർബ്? പ്ലേ എന്ന് മാത്രം വെച്ചാൽ മതി, കാരണം നമുക്കിവിടെ ഡു ആണ് വരുന്നത്. ഓക്കെ, ഡു പ്ലസ് പ്ലേ. ഓക്കെ, ഡു പ്ലസ് പ്ലേ ഈസ് ഈക്വൽ ടു പ്ലേ. നേരത്തെ ഏതായിരുന്നു പഠിച്ചേ? ഡസ് പ്ലസ് പ്ലേ ഈസ് ഈക്വൽ ടു പ്ലേസ്. അതിന് എസ് വന്നു. ഇവിടെ എസ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് എന്താണ് ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, പ്ലേ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ദേ പ്ലേ ഫുട്ബോൾ. ഇനി ഐ വരാണെങ്കിലോ ഐ പ്ലേ ഫുട്ബോൾ. ഓക്കെ, ദ ഡോഗ്സ്, ഇവിടെ കുറേ ഡോഗ്സ് ഉണ്ട്, നേരത്തെ ഒരു ഡോഗേ ഉണ്ടെന്നുള്ളൂ അല്ലേ. ദ ഡോഗ്സ് ബാർക്ക് അറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് വന്നു. അപ്പോൾ ഇവിടെയും എന്താണ്, എസ് ഒന്നും ചേർക്കേണ്ട, വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് കിട്ടിയല്ലോ? ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി. പിന്നെ കുറേ ആളുകൾ ഉണ്ടെങ്കിലും ഓക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്ലൂറൽ വെർബ് ചേർക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കോൺകോർഡിൽ പഠിച്ചു. അടുത്തതാണ് 2 സിംഗുലർ സബ്ജക്ട്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നു. ഈസിയാണ്, കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരാൾ അല്ലേ, എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ എന്തായി? അത് പ്ലൂറലായി മാറും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 2 സിംഗുലർ സബ്ജക്ട്സ് ജോയിൻഡ് ബൈ ആൻഡ് വെച്ചിട്ട് നമ്മൾ 2 സിംഗുലർ സബ്ജക്ട്സിനെ ജോയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ജോൺ ആൻഡ് മേരി 2 പേര് അല്ലേ. ജോൺ ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. മേരി ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. 2 പേരും കൂടെ വന്നു. അപ്പോൾ ആൻഡ് എന്ന് വെച്ചിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയില്ല, ഇവർ 2 പേരും ആൻഡ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. അവിടെ എന്താ വരേണ്ടത്? അവിടെ പ്ലൂറൽ വെർബാണ് വരേണ്ടത്, ഈസ് അല്ല. അവിടെ ഈസ് എഴുതി കഴിഞ്ഞാൽ എന്താണ്? തെറ്റിപ്പോവും. ഈസ് ഫ്രണ്ട്സ് എന്ന് പറയില്ല, പകരം എന്താണ്? ആർ ഫ്രണ്ട്സ് എന്നാണ് എഴുതേണ്ടത്. കിട്ടിയോ? അപ്പോൾ 2 സിംഗുലർ സബ്ജക്ട്സ് ഒരുമിച്ച് ആൻഡ് ചേർത്ത് വന്നു കഴിഞ്ഞാലും അവിടെ എന്ത് വെക്കണം? പ്ലൂറൽ വെർബ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഡിസ്കസ് ദ ലെസൺ. ഡിസ്കസസ് വേണോ? വേണ്ട. ഇപ്പോൾ ഒരാളേ ഉള്ളൂ എങ്കിൽ മാത്രമാണ് എസ് ചേർക്കേണ്ടത്. ഇവിടെ 2 പേരുണ്ട് അല്ലേ, ടീച്ചറുണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, 2 പേരുണ്ട്. ആൻഡ് വെച്ചിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്തേക്കുവാണ്. സോ എന്താണ് അവിടെ? പ്ലൂറൽ ആയിട്ടുള്ള വെർബ് വന്നു, ഡിസ്കസ് ദ ലെസൺ എന്നായിട്ട് മാറി. ഓക്കെ, അപ്പം 3ാമത്തെ പോയിന്റ് കിട്ടി. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. കളക്റ്റീവ് നൗൺസ് ഉണ്ട് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കളക്റ്റീവ് ആണ്, കുറേ ആളുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരാൾ മാത്രമാണോ? ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയില്ല അല്ലേ. നമ്മൾ എന്ത് പറയും? കുറേ ആളുകളുണ്ട്, അതുകൊണ്ട് ഗ്രൂപ്പ് എന്ന് പറയും, ടീം എന്ന് പറയും അല്ലേ. അപ്പോൾ കളക്റ്റീവ് നൗൺസ് ആണെങ്കിൽ അതിന് സിംഗുലറും പ്ലൂറലോ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇഫ് എ ഗ്രൂപ്പ് ആക്ട്സ് ആസ് 1 യൂണിറ്റ്, ഒരു ഗ്രൂപ്പ് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ്? ഒറ്റക്കെട്ടായിട്ട് അവർ ആക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ട് ആസ് 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് ആയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ എന്താ? ആ ടീം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റ ടീമായിട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഇനി ആ ടീമിനുള്ളിൽ ഓരോ മെമ്പേഴ്സിനെ പറ്റി പറയുമ്പോഴോ അത് പ്ലൂറലായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ഇഫ് മെമ്പേഴ്സ് ആക്ട് സെപ്പറേറ്റ്ലി, അതിലുള്ള മെമ്പേഴ്സൊക്കെ തോന്നിയ പോലെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടി പറയുമ്പോൾ എന്ത് പറയും? പ്ലൂറൽ വെർബിലാണ് പറയുക. ഇനി എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ദ ടീം ഈസ് വിന്നിങ്. ഇവിടെ ടീം എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ദ ടീം ഈസ് വിന്നിങ്. ഒറ്റയ്ക്കാണോ വിൻ ചെയ്യുന്നത്? അല്ല, ഒരൊറ്റ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് അവർ വിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്? ദ ടീം ഈസ് വിന്നിങ് എന്ന് കൊടുക്കാം. ഇനി ദ ടീം ആർ ആർഗ്യൂയിങ് എമംഗ് ദെംസെൽസ്. അതെന്താണ്? സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാണ്. ആ ടീമിലുള്ള ആളുകൾ തന്നെ, ഇൻഡിവിജ്വൽസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, തല്ല് കൂടിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ദ ടീം ആർ ആർഗ്യൂയിങ് അമംഗ് ദെംസെൽസ് എന്ന് വരും. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം, കളക്റ്റീവ് നൗണിലെ സിംഗുലർ വെർബ് യൂസ് ചെയ്യും എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. കാരണം എന്താ? ടീം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും പ്ലൂറൽ ആയിരിക്കും എന്ന് വിചാരിച്ച് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യം വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നമുക്ക് അധികം അങ്ങോട്ട് പഠിക്കാനായിട്ട് വരുന്നില്ല. എന്നാൽ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ, ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വയ്ക്കുക. ഒരു ഗ്രൂപ്പ്, ഒരു ടീം, അതൊക്കെ ഒറ്റ കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു. ഈ കളക്റ്റീവ് നൗൺ എപ്പോഴും സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. കിട്ടിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, നമ്മുടെ ലാസ്റ്റ് വൺ ആണ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ഉണ്ട് മക്കളെ. നമുക്കറിയാം അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ
എണ്ണാൻ പറ്റാത്തത് അല്ലേ, അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ഷുഗർ, അതുപോലെ സാൾട്ട്, ഇതൊക്കെ നമുക്ക് ഓരോ മണി വെച്ച് നമ്മൾ എണ്ണീട്ടല്ല വാങ്ങുന്നത് അല്ലേ. അതുപോലെ വാട്ടർ എണ്ണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഫീലിങ്സ് എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഈ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. വാട്ടർ എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിൻ്റെ കൂടെ ഈസ് ആണ് ചേർത്തുള്ളത്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫിന് അത്രത്തോളം അത്യന്താപേക്ഷിതമാണ്. ഹാപ്പിനെസ് കംസ് ഫ്രം വിതിൻ. ഓക്കെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് സന്തോഷം വരേണ്ടത്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റും. ഇന്ന് എനിക്ക് 5 സന്തോഷം ഉണ്ടായി, അല്ലെങ്കിൽ 5 കാര്യങ്ങളിൽ സന്തോഷം കിട്ടി എന്ന് പറയാം അല്ലേ. എത്ര സന്തോഷം ഉണ്ടായി നമുക്ക് എമൗണ്ടിൽ എണ്ണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ്. അപ്പോൾ അതിന് ചേരുന്ന ആളാരാണ്? സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണിന് കൂടെയും എന്താണ്? സിംഗുലർ വെർബ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിങ്ങിന് മാർക്ക് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോൺകോർഡ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എഡിറ്റിംഗിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിച്ച് കളയരുത്. ഫുൾ മാർക്ക് തന്നെ നമ്മൾ നേടണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളുണ്ട്. എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്